ഹലോ, മിന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ ജേണൽ സെറ്റാക്കുന്നതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇടുമെന്ന്. എന്നാൽ പിന്നെ അതെങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? ഗൈസ്, പിന്നെ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസ്റ്റായിട്ട് ഒരു കാര്യം വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഏതാ ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം പിൻട്രസ്റ്റ് തന്നെ. ആ ഒരു ആപ്പ് ഇല്ലാണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കൂലേ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് പാറ്റേൺ പേപ്പർ പ്രിന്റബിൾ എന്നൊന്ന് സെർച്ച് ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് കുറേ പാറ്റേൺസ് ഇതേപോലെ കാണും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആ 3 ഡോട്ട്സ് എടുത്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് കാണും. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ, അതെടുത്തിട്ട് ഒന്ന് സേവും കൂടി ചെയ്യാം. ഞാനിവിടെ എന്തൊക്കെയാണ് പ്രിന്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ പേപ്പേഴ്സ്, വാഷി ടാപ്സ്, സ്റ്റിക്കേഴ്സ്, സ്റ്റാമ്പ്സ്, ആൽഫബറ്റ്സ്, കോഡ്സ്, പിന്നെ ഫോൾഡിംഗ് നോട്ട്സും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഇതേപോലെ സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പിൻട്രസ്റ്റിൽ തന്നെയും പിന്നെ ഒന്ന് ഇൻഷോട്ടിലും വന്നേ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴൊരു ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള തീമിലുള്ള എല്ലാ സ്റ്റിക്കേഴ്സും സ്റ്റാമ്പ്സും പിന്നെ വാഷി ടാപ്സും പിന്നെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, പിന്നെ പ്രിൻ്റ് എടുക്കുക. ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രൈസ് നമുക്ക് എന്തായാലും ഒരു 300 എബോവ് അല്ലാണ്ട് നമുക്കൊരു സെറ്റ് കിട്ടൂല. പിന്നെ ഏതെങ്കിലും ഒരു തീം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ, അഫോർഡബിളും കൂടിയാണ്. പിന്നെ ഞാൻ A3 സൈസിലുള്ള പേപ്പറിലാണ് ഇതൊക്കെ പ്രിൻ്റ് എടുത്തത്. 4 പേപ്പറിലാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഒന്ന് സ്റ്റിക്കർ ടൈപ്പിലും ബാക്കിയുള്ള നോർമലിലും ആണ്. ഈ 4 A3 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ട് എനിക്ക് വെറും 95 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കിത് ശരിക്കും ലാഭം തന്നെയല്ലേ. പിന്നെ ഇതൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണും. അതെടുത്തിട്ടാകുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്നിക്കിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അവിടെ റീസെന്റ് സേവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കാണും. അതിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത് കാര്യങ്ങൾ എടുക്കാം. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ സെർച്ച് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് ഇതേപോലെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ മേലൊരു 3 ഡോട്ട്സ് കാണുന്നില്ലേ, അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണും. അപ്പോൾ ഇതുപോലെ സെറ്റാക്കി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതുപോലെ തന്നെ നമ്മളെ ഗാലറിയിൽ നമുക്ക് കിട്ടും. ഇത് ഫസ്റ്റ് മെത്തേഡാണ്. ഇനി സെക്കൻഡ് നമ്മൾ ഇൻഷോട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഷോട്ട് ഓപ്പൺ ആക്കിയിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ അവിടെ ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, അതെടുത്ത് കഴിഞ്ഞിട്ട് ക്യാൻവാസ് നമ്മൾ റീൽസിൻ്റെ ടൈപ്പിലാക്കുക. പിന്നെ താഴെ പിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലേ, അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഇമേജ് ഇതേപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണേ. എനിക്ക് സ്റ്റിക്കറായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഒന്നിൽ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്യാമെന്ന് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും അതുപോലെ ചെയ്യാം. അപ്പോൾ സ്റ്റിക്കറായിട്ട് വേണ്ടത് ഞാൻ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോട്ടോ എടുക്കുക, ബ്ലാങ്ക് എടുക്കുക, ക്യാൻവാസ് റീൽസ് ആക്കുക, പിന്നെ പിപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട പാറ്റേൺ പേപ്പറൊക്കെ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ ഫോട്ടോസും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണേ. പിന്നെ നമ്മൾ ഒരുപാടൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ക്യാൻവാസിൽ തന്നെ ചെയ്യരുതേ, അന്നേരം പിന്നെ അത് ഭയങ്കര ചെറുതായി പോകും. ഞാൻ സെറ്റാക്കിയതൊക്കെ എനിക്ക് കറക്റ്റ് സൈസായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ജേർണലിങ് ചെയ്യുന്നത് എൻ്റെ ഒരു പഴയൊരു ഡയറിയിലാണ്. നിങ്ങളുടെ അടുത്ത് ഡയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡയറി മേക്കിംഗ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറയാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.